ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അതാരായിരിക്കും? ഒരു പിടിയും കിട്ടുന്നില്ല. മഹി, നീ സൂക്ഷിക്കണം. ശിവരാത്രി അടുക്കാറായി. പലവിധ പ്രശ്നങ്ങൾ നമ്മളെ തേടി വരും. എന്തു തന്നെ സംഭവിച്ചാലും ശിവരാത്രി നാളിൽ മാത്രമേ ആ മാല നീ മഹാദേവന്റെ മുന്നിൽ നിന്ന് എടുക്കാവൂ. എന്നാലും ആഴക്കടലിൽ നിന്നും ആരാണ് എന്നെയും മേഘയും തമ്മിൽ പിരിക്കാൻ വരുന്നത്? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. മഹേഷേ, സത്യ, എന്റെ മേഘയ്ക്ക് ആപത്ത് വല്ലതും ഉണ്ടായി കാണുമോ? എനിക്കാകെ പേടിയാകുന്നു. ഞങ്ങൾക്കും ഉണ്ടാ പേടി. എന്നാലും അതാരായിരിക്കും? മഹേഷും സത്യയും ആലോചിക്കാൻ തുടങ്ങി. ശരീരം മുഴുവൻ ചെതുമ്പലായി കടലിലേക്ക് ചാടിയ ലയ ചെന്നപ്പെട്ടത് വിക്രാന്തിന്റെ മുന്നിലാണ്. ഇതാരാ ശരീരം മുഴുവൻ ചെതുമ്പലുമായി? ആരാണ് നീ? വിക്രാന്ത് ലയയോട് ചോദിച്ചു. ദയവായി എന്റെ കഴുത്തിൽ നിന്നും ഈ രുദ്രാക്ഷമാല ഊരി മാറ്റൂ. എങ്കിലേ എനിക്കെന്റെ യഥാർത്ഥ രൂപത്തിൽ വരുവാൻ സാധിക്കൂ. അത് കേട്ട വിക്രാന്ത് പെട്ടെന്ന് തന്നെ ലയയുടെ കഴുത്തിൽ നിന്നും രുദ്രാക്ഷമാല ഊരിയെടുത്തു. പൊടുന്നനെ ലയ തന്റെ യഥാർത്ഥ രൂപത്തിൽ വന്നു. അയ്യോ ലയ എന്നും പറഞ്ഞ് വിക്രാന്ത് തിരിഞ്ഞു നീന്താൻ തുടങ്ങി. വിക്രാന്ത്, നീ ഇനി എന്നെ പേടിക്കണ്ട. ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. സത്യമാണോ? സത്യം. ഈ കടലാണ് സത്യം. ആവൂ, സമാധാനമായി. നിനക്ക് മേഘയെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അതെ, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അവൾ ഏതോ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു. പലവട്ടം അവളോട് പറഞ്ഞതാണ് മനുഷ്യൻ ചതിക്കുമെന്ന്. പക്ഷെ അവൾ കേട്ടപ്പോൾ അവൻ നടിച്ചിട്ടില്ല. അറിയാം. മേഘയെ സ്വന്തമാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. പകരം നീ എന്നെയും സഹായിക്കണം. ഞാനീ കേട്ടത് സത്യം തന്നെയോ? എനിക്ക് മേഘയെ കിട്ടുമെങ്കിൽ ഞാൻ ലേക്ക് എന്തു വേണേ പകരം ചെയ്യാൻ തയ്യാർ. നിനക്ക് മനുഷ്യരൂപം സ്വീകാര്യമാണല്ലോ? സ്വീകാര്യമാണല്ലയ. മേഘ സ്നേഹിക്കുന്ന മഹിയുടെ വേഷത്തിൽ മേഘയുടെ അടുത്തേക്ക് ചെല്ലണം. പറ്റുമെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ ബാഹ്യ സൗന്ദര്യം നിന്റേതാക്കണം. ഇന്നത്തെ ചോദ്യം: മഹിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ആര്? എ സ്വാമി, ബി സ്വാമിനി, സി നാഗം, ഡി സന്യാസി. നിങ്ങളുടെ ഉത്തരം കമന്റായി പോസ്റ്റ് ചെയ്തോളൂ. പിന്നീട് അവൾ നിനക്ക് സ്വന്തമായി മാറും. അത് കേട്ട് വിക്രാന്തിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഞാനത് ചെയ്യാം. പിന്നീട് മേഘ എനിക്ക് മാത്രം സ്വന്തം. വിക്രാന്ത് മഹിയുടെ രൂപത്തിൽ മേഘയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ പുറപ്പെട്ടു. ഇതേസമയം മഹി മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാദേവ, അങ്ങ് മേഘയെ കാത്തോളണേ. അവളുടെ ജീവനും ജീവിതവും അങ്ങയുടെ കയ്യിലാണ്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. മഹിയുടെ രൂപത്തിൽ വിക്രാന്ത് മേഘയുടെ മുന്നിലേക്ക് വന്നു. മഹിയെ കണ്ടതും അത്ഭുതത്തോടെ നോക്കി. മഹി. മേഘ, എനിക്ക് നിന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാൻ ഈ കടലിലേക്ക് ചാടിയത്. സന്തോഷത്തോടെ മേഘ ആളുമാറിയതറിയാതെ വിക്രാന്തിന്റെ അരികിലേക്ക് വന്നു. ഒരുപാട് സന്തോഷം. മഹിയെ കാണാൻ ഒരുപാട് കൊതിച്ചതാ. പക്ഷേ ഈ അവസ്ഥയിൽ എനിക്ക് കരയിലേക്ക് വരാൻ സാധിക്കില്ല. മേഘ, എനിക്കെല്ലാം അറിയാം. അതുകൊണ്ടാ ഞാൻ ഈ കടലിലോട്ട് വന്നത്. എനിക്ക് മേഘയെ കാണാതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിക്രാന്ത് മേഘയുടെ മുന്നിലേക്ക് വന്ന് മേഘയെ കെട്ടിപ്പിടിച്ചു. പക്ഷേ പെട്ടെന്ന് മഹാദേവ ക്ഷേത്രത്തിൽ കൂട്ടമണി നാദം മുഴങ്ങി. മഹാദേവന്റെ കഴുത്തിൽ കിടന്ന ശേഷാനാഗം അതീവ ദേഷ്യത്തിൽ ഫണം വിടർത്തി കടലിലേക്ക് ഇറങ്ങി. ശേഷാനാഗത്തെ കണ്ട് കടലിലെ മത്സ്യങ്ങളെല്ലാം അനങ്ങാതെ നിന്നു. വമ്പൻ നീരാളികൾ പോലും ഭയത്തോടെ മാറി നിന്നു. ശേഷാനാഗം വിക്രാന്തിന്റെ അരികിലേക്ക് വന്നു. തന്റെ വാൾ കൊണ്ട് വിക്രാന്തിനെ ആഞ്ഞ് ഒറ്റയടി. അടികൊണ്ട വിക്രാന്ത് മേഘയെ വിട്ടു. വിക്രാന്തിന് ശരീരം മുഴുവൻ വേദനയാൽ പുളഞ്ഞു. എന്നെ ഈ വിധം ദ്രോഹിക്കാൻ നീ ആരാണ്? വിക്രാന്ത് പൂർണ്ണമായും നാഗമായി മാറി. ശേഷാനാഗവും വിക്രാന്തും പരസ്പരം ഫണം വിടർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്താൻ തുടങ്ങി. പെട്ടെന്ന് കടൽ ഇളകാൻ തുടങ്ങി. മത്സ്യങ്ങൾ പേടിച്ച് പാറക്കൂട്ടങ്ങളിൽ ഒളിച്ചു. ലയ സംഭവം അറിയാൻ നീന്തി വന്നപ്പോഴാണ് വിക്രാന്തും ശേഷാനാഗവും തമ്മിൽ ഫൈറ്റ് കണ്ടത്. വിക്രാന്തും ശേഷാനാഗവുമാണല്ലോ. ലയ ഫൈറ്റ് കണ്ടതും കാണാത്തതുപോലെ നീന്തിപ്പോയി. മേഘ വിക്രാന്തിനെ കണ്ട് ഞെട്ടി. അപ്പോ മഹിയുടെ രൂപത്തിൽ വന്നത് വിക്രാന്ത് ആയിരുന്നു. ദുഷ്ടൻ. ഇതേ സമയം ക്ഷേത്രത്തിൽ മഹി കണ്ണു തുറന്നു നോക്കിയപ്പോൾ മഹാദേവന്റെ കഴുത്തിൽ കിടന്ന ശേഷനാഗത്തെ കാണാനില്ല. ഭഗവാനെ, എന്തൊരു അത്ഭുതമോ എന്തോ. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആരൊക്കെയോ ഞങ്ങളുടെ പിന്നാലെ ഉണ്ട്. പക്ഷെ അതാരാണെന്ന് പിടുത്തം കിട്ടുന്നില്ല. മഹാദേവ, നീയേ തുണ. ശേഷനാഗത്തോട് തോറ്റ വിക്രാന്ത് ആകെ തളർന്നു. മേഘ, ഷോ അവളെത്ര പെട്ടെന്ന് വന്നോ? ഷോ എന്റെ പെണ്ണെ,
കൊല്ലാൻ പോവാണോ നീ? ലയ, മേഘ മഹിയുടേതാണ്, അതിനാരും തടസ്സം നിൽക്കണ്ട. പ്രണയം വിട്ടുകൊടുക്കുന്നതും സ്നേഹമാണ്. ഇല്ല, വിട്ടുകൊടുക്കില്ല നിന്നെ. ആർക്കും കൊടുക്കില്ല. എന്റെ സ്വന്തമാണ് നീ. ഇനി മത്സ്യകന്യകയുടെയും പച്ച മനുഷ്യന്റെയും പ്രണയകഥയിലെ അവസാന എപ്പിസോഡുകൾ. പ്രണയം പടുത്തുയർത്തിയ ഈ കഥയുടെ അവസാനം ഇവരുടെ കൂടിച്ചേരലാകുമോ? കാത്തിരിക്കാം. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നിങ്ങളുടെ സ്വന്തം മോൺലൈറ്റ് HD ദൃശ്യമികവോടെ.